അപ്പോഴേ നമ്മുടെ ചാർട്ട് ഉപയോഗിച്ച് വീട്ടുപയോഗത്തിന് ലഭിച്ച ഒരു കറണ്ട് ബില്ലിലെ കാൽക്കുലേഷൻ ശരിയാണോ എന്ന് നോക്കിയാലോ? 259 യൂണിറ്റ് ഉപയോഗത്തിന് ലഭിച്ച ഒരു കറണ്ട് ബില്ലിലെ കാൽക്കുലേഷൻ ശരിയാണോ എന്ന് നോക്കാം. 500 യൂണിറ്റിന് താഴെയുള്ള ഉപയോഗത്തിന് ടെലിസ്കോപ്പിക് രീതിയിലാണ് കണക്കുകൂട്ടേണ്ടത്. 259 യൂണിറ്റിൽ ആദ്യത്തെ 100 യൂണിറ്റിന് 3 രൂപ 35 പൈസ എന്നത് ചാർട്ടിൽ കാണാം. 3 രൂപ 35 പൈസ വെച്ച് 100 യൂണിറ്റ് വരെ 335 രൂപയും 101 യൂണിറ്റ് മുതൽ 200 യൂണിറ്റ് വരെ 4 രൂപ 25 പൈസ വെച്ച് 425 രൂപയും 201 യൂണിറ്റ് മുതൽ 259 വരെയുള്ള 59 യൂണിറ്റിന് മൂന്നാമത്തെ 100 യൂണിറ്റ് വരെയുള്ള ചാർജായ 5 രൂപ 35 പൈസ വെച്ച് 315 രൂപ 65 പൈസയും കൂട്ടിയാൽ എനർജി ചാർജ് 1075 രൂപ 65 പൈസയാണെന്ന് കാണാം. കറണ്ട് ബില്ലിലും കൃത്യമായി തന്നെ എനർജി ചാർജ് 1075 രൂപ 65 പൈസ എന്നത് കാണാം. ഈ എനർജി ചാർജിൻ്റെ 10% ഡ്യൂട്ടി, അതായത് നികുതി 107 രൂപ 57 പൈസ. ഫ്യൂവൽ സർചാർജ് യൂണിറ്റിന് 1 പൈസ വെച്ച് 259 യൂണിറ്റിന് 2 രൂപ 59 പൈസ. ഫിക്സഡ് ചാർജ് 259 യൂണിറ്റിന് നമുക്ക് ചാർട്ടിൽ കാണാം 201 മുതൽ 300 യൂണിറ്റ് വരെയുള്ള ഫിക്സഡ് ചാർജായ 210 രൂപ. അതിൻ്റെ കൂടെ സിംഗിൾ ഫേസ് മീറ്ററിൻ്റെ വാടക മാസം 6 രൂപ വെച്ച് 2 മാസത്തെ ബില്ലിൽ 12 രൂപ കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആകെ ബിൽ സംഖ്യ 1407 രൂപ 81 പൈസ. റൗണ്ട് ഓഫ് ചെയ്യാൻ 19 പൈസ കൂടെ ആഡ് ചെയ്ത് ആകെ ബിൽ തുക 1408 രൂപ. കറണ്ട് ബില്ലിലും ബിൽ തുക 1408 കൃത്യമായി കാണാം.